കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിങ്ങോത്ത് ചെണ്ടുമല്ലിപ്പൂ കൃഷി തുടങ്ങി. പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയാണ് പൂക്കൃഷി നടത്തുന്നത്. നടീൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ചെണ്ടുമല്ലിപ്പൂ കൃഷിക്ക് തുടക്കം കുറിച്ചു. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൂക്കൃഷിയുടെ നടീൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു. ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 2-3 വർഷമായി ഇവിടെ നടപ്പിലാക്കി വരികയാണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ ഈ സ്ഥലത്ത് തന്നെ പെരിങ്ങോം ബാങ്കിൻ്റെ ഈ സ്ഥലത്ത് മനേഷിൻ്റെ നേതൃത്വത്തിൽ കാർഷിക കർമ്മസേന ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ചതായി ഞാൻ ഈ അവസരം ഓർക്കുകയാണ്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കളെ ആശ്രയിച്ചുകൊണ്ടാണ് നാം ഓണപ്പൂക്കളം സാധാരണയായി തയ്യാറാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷമായി ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചതിലൂടെ നമ്മുടെ പ്രദേശത്ത് തന്നെ പൂക്കൾ വിരിയിച്ച് ഓണത്തിനുള്ള പൂക്കൾ ഇവിടെ തയ്യാറാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രചാരം കുറേ വർദ്ധിച്ചു വരികയാണ്. എല്ലാ വർഷവും ഇത് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഈ വർഷം ഈ പറയുന്ന ചെണ്ടുമല്ലി തൈക്ക് ധാരാളം ആളുകൾ ആവശ്യക്കാരായി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് നാം കൃഷിഭവൻ മുഖേനയാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് കൃഷിഭവൻ മുഖേനയാണ് നാം വിതരണം ചെയ്യുന്നത്. ഇവിടെ മറ്റ് ഒരു സന്തോഷകരമായ ചടങ്ങ് ഞാൻ വിട്ടുപോയതാണ്. നമ്മുടെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ പ്രദേശത്ത് തന്നെ ഈ പൂക്കൾ ഉണ്ടാക്കി ഓണക്കളം തീർക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ പ്രദേശത്തുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ തരത്തിൽ തയ്യാറാക്കിയ ചെണ്ടുമല്ലി തൈകൾ ഏകദേശം 700-ലധികം തൈകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നല്ല ഒരു ചെണ്ടുമല്ലി പൂക്കളം, ചെണ്ടുമല്ലി തൈകൾ ഇവിടെ വിളയിച്ചെടുക്കാനും നല്ല തരത്തിലുള്ള പൂക്കൾ ഇവിടെ സംഭരിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുറച്ച് വർഷങ്ങളായി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്നത്. അത് വളരെ ഭംഗിയായി കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കാർഷിക കർമ്മസേന ഈ പരിപാടി ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ കാർഷിക കർമ്മസേന. കാർഷിക കർമ്മസേന കാർഷിക മേഖലയിൽ നല്ല ഇടപെടൽ നടത്തിക്കൊണ്ട് വളം ഡിപ്പോ അടക്കം ഒരു സ്ഥിരം വിൽപ്പന ഡിപ്പോ നമ്മുടെ പഞ്ചായത്ത് ശ്മശാനത്തിനടുത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ കൃഷിയും അതിൻ്റെ മേൽനോട്ടവും വിളവെടുപ്പ് വരെയുള്ള ഘട്ടത്തിൽ യാതൊരു വീഴ്ചകളും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നീട് നമുക്ക് ഈ സ്ഥലം പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ സ്ഥലം സൗകര്യപ്രദമായിട്ടുണ്ട്. അതും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഈ കൃഷിക്ക് ഇവിടെ മുൻപും കൃഷി ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണസദ്യ പോലെ അവർക്ക് പ്രധാനപ്പെട്ടതാണ് പൂക്കൾ. അപ്പോൾ ഓണപ്പൂക്കളത്തിന് ആവശ്യമായ പൂക്കൾ നമുക്ക് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിലേക്ക് ഉദ്ദേശിക്കുന്നത്. കൃഷി വകുപ്പിന്റെ ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ കെ സുരേന്ദ്രൻ നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരൊരു പദ്ധതി ഇപ്പോഴും തുടരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പല പദ്ധതികളും പരീക്ഷണാടിസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് 1-2 വർഷം കൊണ്ട് അവർ ആരായാലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഒക്കെ തന്നെ ഒന്ന് പരീക്ഷിച്ചതിന് ശേഷം അത്
ചിലപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ഇല്ലെങ്കിൽ തുടരാതെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് വ്യത്യസ്തമായിട്ട് ഈ ഒരു പദ്ധതി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതോടൊപ്പം ജനങ്ങളുടെ അംഗീകാരത്തിന് കാരണമാവുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് തുടരുന്നുണ്ട്. ഈ വർഷം കുറച്ചും കൂടി വിപുലമായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പല പഞ്ചായത്തുകളും, ജില്ലാ പഞ്ചായത്തിന് പുറമെ പല പഞ്ചായത്തുകളും പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങളിലേക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഈ ഒരു പദ്ധതി ഈ വർഷം തുടരാൻ സാധിച്ച ഒരു സന്തോഷം, നല്ലൊരു വിള ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും കാർഷിക കർമ്മസേന സൂപ്പർവൈസറുമായ മനേഷ് മോഹൻ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളെ ആശ്രയിക്കുന്ന കേരളം മാറി. കഴിഞ്ഞ കുറേ കാലയളവായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഒരു പദ്ധതി പ്രകാരം കണ്ണൂർ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ഓണമാകുമ്പോഴേക്ക് ചെണ്ടുമല്ലി വളരെ കൃത്യതയോടുകൂടി വിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതേ നിലയിൽ തന്നെയാണ് ഈ തവണയും കാർഷിക കർമ്മസേന ഇതിന് ഏകദേശം ഒരു 2000-ഓളം തൈ നടുന്ന നിലയിലേക്ക് നമ്മൾ തയ്യാറായി നിൽക്കുന്നത്. കാരണം ഓണമൊക്കെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്, കേരളത്തിന്റെ ഈ ഒരു മഴക്കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഒരുപാട് അസുഖങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ചെണ്ടുമല്ലി കൃഷി നമ്മൾ നടത്തുന്നതെങ്കിലും ഈ ഒരു പദ്ധതിയുടെ ഒരു പൂർത്തീകരണം ആകുമ്പോഴേക്ക് ഒരുപാട് അതിനൊരു കണ്ണിനും മനസ്സിനും ഒക്കെ തന്നെ ഒരുപാട് സന്തോഷം പകരുന്ന നിലയിലേക്ക് ഒരു ആനന്ദകരമായ ഒരു നിമിഷത്തിലേക്ക് ഇതിന്റെ ഒരു വിളവെടുപ്പിലേക്ക് നമ്മൾ എത്തുന്നതാണ് എന്നാണ് ഇതിന്റെ ഒരു ഏറ്റവും അത് തന്നെ ഇതിനോട് സൂചിപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി, പെരിങ്ങോം കൃഷി ഓഫീസർ TV തുഷാര, ബാങ്ക് സെക്രട്ടറി KR ഗീത എന്നിവരും സംസാരിച്ചു. കാർഷിക കർമ്മസേനാംഗങ്ങൾ, കൃഷിവകുപ്പ് ജീവനക്കാർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിങ്ങോം.